Hi, this is me Adira from Campus Live Educational Services. പാരാമെഡിക്കൽ സെക്ടറിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള കോഴ്സുകളിൽ ഒന്നാണ് പെർഫ്യൂഷൻ ടെക്നോളജി. 4 വർഷത്തെ ഡ്യൂറേഷനിലാണ് പെർഫ്യൂഷൻ ടെക്നോളജി വരുന്നത് വിത്ത് 1 ഇയർ ഇന്റേൺഷിപ്പ്. എന്താണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് ചോദിച്ചാൽ, പല മേജർ ഹാർട്ട് സർജറീസിന്റെ സമയത്തും ഹാർട്ടിനെ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം സമയങ്ങളിൽ ഹാർട്ടിനെയും ലങ്ങിനെയും പ്രവർത്തിപ്പിക്കുന്ന ഹാർട്ട് ലങ് മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പല കാർഡിയാക് അസിസ്റ്റ് ഡിവൈസസുകൾ പ്രവർത്തിപ്പിക്കുന്നതും ഒരു പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത്തരം ഹാർട്ട് സർജറീസിന്റെ സമയത്ത് ഒരു മേജർ റോള് വഹിക്കുന്ന ആള് തന്നെയാണ് ഒരു പെർഫ്യൂഷനിസ്റ്റ്. ഇതൊരു റെയർ കോഴ്സ് ആയതുകൊണ്ട് തന്നെ മറ്റ് കോഴ്സുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെർഫ്യൂഷനിസ്റ്റുകളുടെ പോസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് കാർഡിയാക് പെർഫ്യൂഷനിസ്റ്റ്, പീഡിയാട്രിക് പെർഫ്യൂഷനിസ്റ്റ്, ലെക്ചേഴ്സ്, കാർഡിയാക് ടെക്നീഷ്യൻ എന്നിങ്ങനെ നിരവധി പോസ്റ്റുകളിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു കോഴ്സിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 സയൻസ് വിത്ത് മിനിമം 50% മാർക്കാണ്. ഇനി നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ അല്ലെ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സിലബസിനെ കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുള്ള അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു വീഡിയോയിലൂടെ പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പുതിയൊരു കോഴ്സിന്റെ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു കോഴ്സിന് കേരളത്തിനകത്തും പുറത്തും അഫോർഡബിൾ ബഡ്ജറ്റിൽ ഉന്നത നിലവാരമുള്ള കോളേജുകളിൽ എങ്ങനെ അഡ്മിഷൻ നേടാം എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ ക്യാമ്പസ് ലൈവിലെ തന്നെ അക്കാദമിക് കൗൺസിലേഴ്സുമായോ അതല്ലെങ്കിൽ അഡ്മിഷൻ കോർഡിനേറ്റേഴ്സുമായോ ബന്ധപ്പെടാവുന്നതാണ്.